മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വന്നതും ഉണ്ണിയോട് കരുണമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല മുത്തശ്ശി. കരുണ ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞു പോയി മുത്തശ്ശി, കരുണേനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കണേ. എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി മുത്തശ്ശി എന്ന് പറയുന്നു. ആ സമയത്ത് എന്താ ഉണ്ണിക്കുട്ടാ നീ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം ഞാൻ അപ്പോഴേ കരുണയോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട, ഏടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്, അതുകൊണ്ട് ഏടത്തേക്ക് ഉപദ്രവിക്കാനൊന്നും പോകണ്ടെന്ന്. അപ്പോൾ കരുണ എന്നെ പരിഹസിച്ചു. മുത്തശ്ശിയും കരുണയും കൂടെ കൂടി ചേർന്നിട്ടല്ലേ വൈദ്യരുടെ അടുത്ത് പോയി വിഷമരുന്ന് മേടിച്ചു കൊടുന്ന് പായസത്തിൽ കലക്കിയത്, കരുണയായിരിക്കും ചിലപ്പോൾ ആ പായസം കുടിച്ചേക്കണേന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല ഉണ്ണിക്കുട്ട, കരുണമോൾ അത് കുടിച്ചിട്ടില്ല. ഞങ്ങൾ പായസത്തിൽ വിഷം ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കരുണമോൾക്ക് കുടിക്കാനുള്ള പായസം കരുണമോളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. പിന്നെ എങ്ങനെയാണ് മുത്തശ്ശി ഇങ്ങനെ സംഭവിച്ചത്? വിഷപ്പായസം കുടിച്ചാൽ ഏടത്തേക്കും ഏട്ടനിക്കും ഒരു കുഴപ്പമില്ല, കരുണയ്ക്കല്ല ഇപ്പോൾ ഈ അവസ്ഥയായത്. ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് മുത്തശ്ശി എന്ന് പറയുമ്പം എന്ത് ചതിയാണ് ഉണ്ണിക്കുട്ട? ഇനിയിപ്പം പായസം മാറിപ്പോവാനൊന്നും സാധ്യതയില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കൊരു പിടിയില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറയണു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ കുടിച്ച പായസത്തിലെ വിഷാംശം അവൾക്ക് ഏക്കാത്തതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വൈദ്യർ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് വിഷം അമ്മ അതിൽ ചേർത്തില്ലേ? ഉവാട പ്രതാപ, ഞാൻ ആ വിഷം മൊത്തം അതിൽ ചേർത്തു. വൈദ്യർ പറഞ്ഞത് ആകെ ഒരു സ്വല്പം വിഷം ചേർത്താൽ മതിയെന്നാ. പക്ഷേ ശരിക്കും അങ്ങോട്ട് ഏറ്റോട്ടെ എന്ന് കരുതിയാണ് ഞാനൊരു കുപ്പി വിഷം മൊത്തം അതിൽ ചേർത്തത്. ആ പായസം മുഴുവനും മഹാലക്ഷ്മി കുടിക്കുകയും ചെയ്തു, എന്നിട്ടും അവൾക്കൊരു കുഴപ്പം പറ്റാത്തതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ആ ഏടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഏടത്തേക്കൊന്നും പറ്റാത്ത. ഇപ്പം നഷ്ടം വന്നത് മൊത്തം എനിക്കല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും എന്ത് പറയണമെന്ന് ഇങ്ങനെ അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞു പോയിന്ന് വിചാരിച്ച് ഉണ്ണിക്കുട്ടന് ഇത്രയധികം വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, കാരണം മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ അതിന്ന്. ഈ സമയത്ത് നമ്മളുടെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടതും പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയും കൂടി ഓടി ചെന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് കരുണയ്ക്കെന്ന് ചോദിക്കുമ്പം ആ കുട്ടിയുടെ കാര്യം ഒന്നും പറയാറായിട്ടില്ല. ശരിക്കും കരുണമോൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അത് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല, എന്തോ ഒരു മാരകമായ വിഷം ആ കുട്ടിയുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട്. അതെന്ത് വിഷമാണ് ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി, പക്ഷേ അത് എന്ത് വിഷമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചെന്ന് പറ്റിയതായിരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല ഡോക്ടറെ, അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണവും കരുണമോള് കഴിച്ചില്ല, ഞങ്ങളെല്ലാവരും കഴിക്കണ ഭക്ഷണം തന്നെയാണ് കരുണമോള് കഴിച്ചേക്കണം. പിന്നെ ഇന്നലെ കരുണമോള് കുറച്ചധികം പായസം കുടിച്ചിരുന്നു, ആ പായസം ഞങ്ങളും കുടിച്ചതാണ്, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പിന്നെ കരുണമോൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ഡോക്ടറെ പ്രശ്നം വന്നതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തോ ഒരു മാരക വിഷം ശരീരത്തിൽ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിപ്പോൾ കിഡ്നീനെയും ലിവറിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം ബ്രെയിനിനെ ബാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്ത ഭക്ഷണങ്ങൾ കരുണ കഴിച്ചിട്ടുണ്ടോയെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇന്നലെ മോള് കുറച്ച് മാങ്ങ കഴിച്ചിരുന്നു, അതിൽ നിന്നാണ് ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ മാങ്ങയിലുണ്ടാവുന്ന വിഷമൊന്നും അല്ല, ഇത് വേറെ എന്തോ വിഷമാണ്, അത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണമില്ല. എന്തായാലും നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും വിഷം അടങ്ങിയ ഭക്ഷണം കരുണയുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടോയെന്ന്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് അതനുസരിച്ച് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഡോക്ടറെന്ന്. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയതിന് ശേഷം പ്രതാപൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനി വിഷം എങ്ങാനും കരുണമോള് കുടിച്ച പായസത്തിലാണോ അമ്മ ചേർത്തതെന്ന് ചോദിക്കുമ്പം ഇല്ലട പ്രതാപ, ഞാൻ ആ മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പായസത്തിൽ തന്നെയാണ് ചേർത്തത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് കരുണമോളുടെ ശരീരത്തിൽ എന്തോ വലിയൊരു വിഷം ചെന്നിട്ടുണ്ടെന്നാലോ, അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് നേരാടാ, ആ വൈദ്യർ വിഷം തന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഏത് ആസ്പത്രി കൊണ്ടായാലും ഒരു ഡോക്ടർമാർക്കും ശരീരത്തിൽ ചെന്നിരിക്കുന്ന വിഷം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി കരുണമോള് കുടിച്ചത് ആ വിഷം അടങ്ങിയ പായസമായിരിക്കും എന്നാന്ന് പറയുന്നു. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, ഇപ്പം മുത്തശ്ശിക്കും അച്ഛനക്കും ഒക്കെ സമാധാനമായില്ലേ, എനിക്കല്ലേ നഷ്ടമൊക്കെ സംഭവിച്ചത്, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്തായാലും കരുണയ്ക്ക് ആകപ്പാടെ ഏടത്തിയുടെ മുമ്പിൽ ജയിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കാരണമായിരുന്നു ആ കുഞ്ഞ്, അത് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കരുണ ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് ശരിയാ,
എൻ്റെ കുഞ്ഞിന് ആ ലക്ഷ്മിയുടെ മുമ്പിൽ വിജയിച്ച് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു കാരണം ഈ കുഞ്ഞ് മാത്രമായിരുന്നു. അതും പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിത് എങ്ങനെ സഹിക്കുന്നു. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ കരുണയോട് പറഞ്ഞതാ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട, ഏടത്തിയായിട്ട് സ്നേഹത്തിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ ആ കരുണയ്ക്ക് വാശിയായിരുന്നു. അവളുടെ വീട്ടിൽ അവളുടെ വേലക്കാരിയായിട്ട് ജീവിച്ചവള് ഇവിടെ മഹാറാണിയായിട്ട് ജീവിക്കുന്നത് കാണാൻ അവൾക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനല്ലേ അച്ഛ, ഇതിന് മുത്തശ്ശിയും കൂട്ടു നിന്നല്ലോ എന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാലും ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഓർത്തില്ലല്ലോ. എന്തായാലും അവൾക്ക് വയറുവേദനയാണെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവൾ 2 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നാണ്. ഇതിപ്പോൾ നമ്മളുടെ കുഞ്ഞിനാലോ വന്നു പെട്ടേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, കരുണ ആസ്പത്രിയിലാണ്, കരുണയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളായിട്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതിന് താനിത്ര വിഷമിക്കണേ എന്തിനാ, അവൾ പ്രഗ്നൻ്റ് അല്ലേ, പ്രഗ്നൻ്റായ പെൺകുട്ടികൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അത് സ്വാഭാവികമല്ലേ, അത് 2 ദിവസം കൊണ്ട് മാറിക്കോളൂന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കരുണയുടെ വിവരങ്ങളൊന്നും പിന്നീട് അറിയില്ല, ഞാനൊന്ന് അമ്മയെ വിളിച്ച് നോക്കട്ടെ കരുണേട്ടാന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി മോഹിനിക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് മോഹിനിയോട് അമ്മയെ കരുണയ്ക്ക് എങ്ങനെയുണ്ട്, അച്ഛൻ വന്നേർന്നു എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, കരുണമോൾക്ക് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് മോളെ, എന്താണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും കരുണമോളുടെ കുഞ്ഞ് മരണപ്പെട്ടു, അബോർഷനായി പോയിന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തോടു കൂടി, എന്താ അമ്മ ഈ പറയണത്, കുഞ്ഞ് പോയിന്നോ, അതെങ്ങനെ സംഭവിച്ചു അമ്മയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ, അതിനും പ്രതാപേട്ടൻ്റെ അമ്മയും എന്നെ വഴുക്ക് പറയണേ. പ്രതാപേട്ടൻ്റെ അമ്മ പ്രതാപേട്ടനോട് എന്നെ കൊല്ലാനാ പറയണേ, പ്രതാപേട്ടൻ എന്നെ തല്ലാനായിട്ടൊക്കെ വന്നു മോളെ. അപ്പോൾ അമ്മ ആസ്പത്രിയിൽ പോയില്ലേന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട്, ഇല്ല എന്നെ കൊണ്ടുപോയില്ല അവർ, ഞാൻ ചെല്ലാന്ന് പറഞ്ഞു നോക്കി, പക്ഷെ അവർ സമ്മതിക്കണ്ടേ മോളെ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവരുടെ മനസ്സിനൊരു മാറ്റവും ഇല്ലല്ലോ അമ്മേന്ന്. എന്തായാലും ഞാൻ കണ്ണേട്ടനോടൊന്ന് വിവരം പറയട്ടെ എന്നും പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, മോളെ കരുണമോൾക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടി മോളൊന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയുമ്പോൾ, അതെന്താ അമ്മ അങ്ങനെ പറയണേ, അവളെൻ്റെ അനുജത്തിയല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കും, അവൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും അമ്മയെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം കരുണയുടെ കുഞ്ഞ് അബോർഷനായി പോയിന്നാണ് അമ്മ പറഞ്ഞ്, അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, ഇന്ന് രാവിലെ തൊട്ട് കരുണയ്ക്ക് ആകെ ഛർദിയൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നതും കരുണയുടെ വയ്യായിക വീണ്ടും കൂടി, അങ്ങനെ കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന്. അത് കേട്ടിട്ടും കണ്ണനാണെങ്കിൽ ഒരു ഭാവഭേദവും കാണിക്കാണ്ടിരിക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ടും കണ്ണേട്ടനക്ക് ഒരു വിഷമമില്ല കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ വിഷമിക്കണേ, ഓരോരുത്തരുടെ കർമ്മഫലം അവരനുഭവിക്കണേ, അവൾ എത്രയോ പ്രാവശ്യം എന്നെയും തന്നെയും ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കിയേക്കണു. അന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ജനിക്കാനിരിക്കണ ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ വെല്ലുവിളിക്കരുത്, അന്ന് അവൾ എൻ്റെ വൈകല്യത്തെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുമല്ലായിരുന്നോ, എന്നിട്ടിപ്പോൾ എങ്ങനെയായിരുന്നു. അത് കേട്ടത് മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാലും കണ്ണേട്ട എങ്ങനെയൊന്നും പറയില്ലേ, അവളെൻ്റെ അനുജത്തിയല്ലേ എന്ന് ചോദിക്കുമ്പം തനിക്ക് അനുജത്തിയോടുള്ള സ്നേഹം അനുജത്തിക്ക് തിരിച്ചില്ലല്ലോ, തന്നെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമല്ലേ അനുജത്തിക്കുള്ളൂ. അന്ന് തന്നെ മഹി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മഹിയുടെ മരണത്തിൽ സന്തോഷിച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചവരല്ലേ അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെയെന്ന്. അവരങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നമുക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ കണ്ണേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയൊക്കെയാണ്. ഉണ്ണിയുടെ അടുത്ത് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കരുണ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ, എന്ത് വിഷം അകത്ത് ചെന്നേന്നുള്ള ഒരു സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്കിനി ഇത് അറിയിക്കാതിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങളിത് പോലീസിൽ അറിയിക്കും, പോലീസ് വന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കട്ടെ, ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ചെന്നിരിക്കുന്ന വിഷം കണ്ടുപിടിക്കാൻ ഇനി പോലീസിനെ പറ്റുള്ളൂ. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഭയന്ന് ഡോക്ടറെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ പോലീസ് പറഞ്ഞ കാര്യം പറഞ്ഞപ്പം തൻ്റെ മുഖത്തൊരു ഭയം, ഇനി താനെങ്ങാനും വലിയ വിഷവും കൊടുത്തതാണോ ആ പെൺകുട്ടിക്കെന്ന് ചോദിക്കുമ്പം, ഇല്ല ഡോക്ടറെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ടെങ്കിലും ഉണ്ണിയുടെ മനസ്സിൽ ഭയങ്കര പേടി വരുന്നുണ്ട്. കാരണം മഹാലക്ഷ്മീനെ കൊല്ലാൻ വേണ്ടിയിട്ട് കലക്കിയ വിഷമാണല്ലോ ഇപ്പോൾ കരുണ കുടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പോലീസും കേസും അന്വേഷണമൊക്കെ ആയി കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നുള്ള കേസായിരിക്കും വന്നേന്നുള്ളൊരു തോന്നൽ ഉണ്ണിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് ഉണ്ണി പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ ആകെ കുഴപ്പമായി, എന്താ ഉണ്ണിക്കുട്ട ഇപ്പോൾ പുതിയ പ്രശ്നം എന്താ, കരുണമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കരുണയ്ക്കല്ല പ്രശ്നം, ഇനിയിപ്പോൾ മിക്കവാറും പ്രശ്നം വരുന്നത് മുത്തശ്ശിക്കും കരുണയ്ക്കും ആ വൈദ്യർക്കും ആയിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെയും പല ടെസ്റ്റുകളും അവർ നടത്തി കരുണയുടെ ശരീരത്തിൽ ചെന്നിരിക്കുന്ന വിഷം എന്താണെന്ന് കണ്ടുപിടിക്കാം, പക്ഷേ ആ ടെസ്റ്റുകളിലൊന്നും വിഷത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ പോലീസിൽ അറിയിക്കണമെന്നാണ് എന്നോടിപ്പോൾ ഡോക്ടർ പറഞ്ഞത്.
അങ്ങനെ പോലീസ് വന്ന് കരുണേനോടോ നമ്മളോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സത്യം പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഇനി ജയിലിലോട്ട് പോകാൻ പോണേ, കണ്ണേട്ടനെയും എടുത്തേയും കൊല്ലാൻ ശ്രമിച്ചതിന്. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടകാലമായി പോയല്ലോ ഉണ്ണിക്കുട്ട, എൻ്റെ മകളുടെ കുഞ്ഞും നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ കേസിൻ്റെ പുറകെ നടക്കേണ്ടി വരുമല്ലോ. അതുമാത്രമല്ല മഹാലക്ഷ്മീനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ കെണിയിലാണ് കരുണമോള് പെട്ടേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കണ്ണൻ ഉണ്ണീനെയും കരുണമോളെയും ആ വീട്ടിലോട്ട് കയറ്റുമെന്നും കൂടെയും സംശയം ഉണ്ടെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് പ്രതാപൻ പറഞ്ഞത് നേരാടാ, ഇതിനു മുമ്പ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അവൻ ഉണ്ണിയെ ജോലിയിൽ തരം താഴ്ത്തിയ അതിനുള്ള പ്രതികാരം ചെയ്തത്. ഇനിയിപ്പോൾ അവനെയും അവൻ്റെ ഭാര്യയെയും കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കലക്കി കൊടുത്തത് കരുണമോളും ഞാനും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും അവനാ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.